പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നോ? അവസാന മാസത്തിലേക്ക് കടന്നിരിക്കുന്നു അല്ലേ? ഇപ്പോഴാണ് പുതുവത്സരം ആരംഭിച്ചതുപോലെ ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും അവസാന മാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ വർഷം മുഴുവനും ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ കടന്നു വന്ന പാതയെ ഒന്ന് ഓർത്തു നോക്കൂ. എത്രയോ പോരാട്ടങ്ങൾ, കഷ്ടപ്പാടുകൾ, ഉപദ്രവങ്ങൾ, ഞെരുക്കങ്ങൾ, പല തടസ്സങ്ങൾ, ഇവയെല്ലാം കടന്ന് ദൈവം നടത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇതിനെല്ലാം കാരണം എന്താണെന്നറിയാമോ? ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ടായിരുന്നു. അതോർത്ത് ഇന്ന് ദൈവത്തിന് നന്ദി പറയണം. 117 സങ്കീർത്തനം 2 വാക്യത്തിൽ നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ. അതായത് യഹോവയ്ക്ക് നമ്മോടുള്ള ദയ വലിയത്. ഞാൻ ആലോചിച്ചു നോക്കുന്ന ഓരോ കാര്യത്തെയും, ദൈവം നടത്തിക്കൊണ്ടുവന്ന വഴികൾ, ശുശ്രൂഷയിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ, വളരെ ഞെരുക്കമുള്ള പരിതസ്ഥിതിയിൽ ദൈവം ചെയ്ത സഹായം, ആപത്തിൽ ദൈവം കാത്തു സൂക്ഷിച്ച് നടത്തിയ കാര്യം, ഇതുപോലെ ഓരോന്നും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവയെല്ലാം കടന്നു വന്നത്? ഇവയ്ക്ക് നടുവിൽ എങ്ങനെയാണ് എനിക്ക് ഇത്രയും ശുശ്രൂഷ ചെയ്യാനായത് എന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ: ദൈവത്തിന്റെ കൃപ. ഇതെന്റെ യോഗ്യത കൊണ്ടല്ല, എന്റെ വിശുദ്ധി കൊണ്ടല്ല, എന്റെ നീതി കൊണ്ടുമല്ല, ദൈവത്തിന്റെ കൃപ. നിങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കൂ. ഇതെല്ലാം എന്റെ ശക്തി കൊണ്ടാണോ നടന്നത്? എന്നെക്കൊണ്ട് നടന്നതാണോ? അങ്ങനെയൊന്നും നടന്നതല്ല. ദൈവത്തിന്റെ കൃപയാണ്. കൃപയെന്നാൽ എന്താണെന്നറിയാമോ? അതായത് യോഗ്യതയില്ലാത്ത ഒരാളോട് ദൈവം കാണിക്കുന്ന ദയ. അതാണ് കൃപ എന്നത്. ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും ഞാൻ ആലോചിച്ചു നോക്കും, ഇതെല്ലാം ചെയ്യാൻ യഹോവ എന്നെ ഉപയോഗിക്കാൻ എനിക്കെന്ത് യോഗ്യതയാണുള്ളത്? ഞാൻ ചിന്തിച്ചു നോക്കും, എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. ദൈവം ഇതെല്ലാം ചെയ്യാൻ കാരണം എന്റെ യോഗ്യത കൊണ്ടല്ല, എന്റെ നീതി കൊണ്ടുമല്ല, എന്റെ ഭക്തി കൊണ്ടും അല്ല. പിന്നെങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, യോഗ്യതയില്ലാത്ത എനിക്ക് ദൈവം കാണിക്കുന്ന ഒരു കൃപയാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. ദൈവമേ, ഇതെല്ലാം അങ്ങയുടെ കൃപയാണ്. ഈ കൃപ മാത്രം എന്നിൽ നിന്നും എടുത്തു കളയരുതേ എന്ന് പറഞ്ഞ് ആ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ കൃപ വലിയതാണ്. നിങ്ങളോടുള്ള ദൈവത്തിന്റെ കൃപ വലിയതാണ്. ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും, ഞാൻ യോഗ്യതയില്ലാത്തവനാണ്, യോഗ്യതയില്ലാത്തവളാണ്, എനിക്കെങ്ങനെയാണ് ഇത്രയും വലിയ കാര്യങ്ങൾ നടന്നത്? എനിക്കെന്ത് യോഗ്യതയാണുള്ളതെന്ന് വിചാരിക്കുകയാണോ? ഓരോ മനുഷ്യരുടെയും കാര്യം അതാണ്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിന് നമ്മോടുള്ള കൃപ നിമിത്തം നമ്മെ താങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കൂ. ഈ ദിവസം മുഴുവനും യഹോവയുടെ കൃപ താങ്ങും. ദിവസം തോറും താങ്ങും. ദൈവകൃപയെ ആശ്രയിക്കൂ. ഞാൻ യോഗ്യതയില്ലാത്തവനാണ് ദൈവമേ, യോഗ്യതയില്ലാത്തവളാണ് ദൈവമേ, ഇതെല്ലാം അങ്ങയുടെ കൃപ കൊണ്ട് കിട്ടിയതാണെന്ന് ദൈവത്തെ സ്തുതിക്കാൻ ആരംഭിക്കൂ. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കാണിക്കും. എപ്പോഴും ദൈവം മുൻപാകെ നിങ്ങളെ താഴ്ത്തൂ. എന്നെക്കൊണ്ടാണിത്, ഞാൻ കാരണമാണിത്, എനിക്കിത് സാധിച്ചു, എനിക്കിതിന് ശക്തിയുണ്ട് എന്ന അഹങ്കാരത്തിനൊട്ടും വഴിവെക്കാതെ, ഇതെല്ലാം അങ്ങയുടെ കൃപയാണ് ദൈവമേ എന്ന് നിങ്ങളെ താഴ്ത്തൂ. നിങ്ങൾ താഴ്ത്തിക്കൊണ്ടേയിരുന്നാൽ കൃപ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. താഴ്മയുള്ള ആ ഹൃദയത്തിനായി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. താഴ്മയുള്ള ഹൃദയത്തെ എനിക്ക് തരയണമേ, ഒരിക്കലും എന്റെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാവരുതേ ദൈവമേ എന്ന്. ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ താഴ്മയോടുകൂടി നടക്കുവിൻ. ഇന്ന് ദൈവത്തെ നോക്കി പറയുമോ, ദൈവമേ, ഞാൻ നിർമൂലമാകാതിരിക്കുന്നത് അങ്ങയുടെ കൃപയാണ്. ഇതുവരെ നടത്തി വന്നതെല്ലാം അങ്ങയുടെ കൃപയത്രേ. ആ കൃപ മാറാത്ത കൃപ, വലിയ കൃപ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. ഇന്ന് മുഴുവനും എന്റെ കൂടെയിരുന്ന് എനിക്ക് അത്ഭുതങ്ങൾ ചെയ്യണമേ. എപ്പോഴും താഴ്മയോടുകൂടി നടക്കുവാനുള്ള ഹൃദയം എനിക്ക് തരയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ